തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35 എയർ ഇന്ത്യയുടെ ഹാങ്കറിൽ നിന്ന് പുറത്തിറക്കുകയാണ്. പുറത്തിറക്കിയതിനു ശേഷം വിമാനത്തിന്റെ അന്തിമ പരിശോധനകൾ നടത്തും. പരിശോധന വിജയകരമായി പൂർത്തീകരിച്ചാൽ നാളെ വിമാനം ബ്രിട്ടനിലേക്ക് തിരികെ മടങ്ങും എന്നതാണ്. മേഘന മുരളി വിവരങ്ങളുമായി. മേഘന, നമുക്ക് ആ വിമാനം ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അത് ഹാങ്കറിൽ നിന്ന് പുറത്തെത്തിച്ചിരിക്കുന്നു എന്ന് കരുതുന്നു. ഹൈഡ്രോളിക് തകരാർ ഉൾപ്പെടെ പരിഹരിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞതും. ഇനിയിപ്പോൾ എന്താണ് അടുത്ത നടപടികൾ? അനുജ, ബ്രിട്ടന്റെ യുദ്ധവിമാനമായിട്ടുള്ള F-35 തിരികെ പറക്കാൻ ഒരുങ്ങുകയാണ്. ആ കാഴ്ചയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിൽ പ്രധാനമായും ഈ F-35ന്റെ തകരാറുകളെല്ലാം പരിഹരിച്ചു. അതിൽ ആക്സിലറി പവർ യൂണിറ്റ് ഉണ്ടായിരുന്ന ഒരു തകരാർ, അതുപോലെ തന്നെ എഞ്ചിൻ ഉണ്ടായിരുന്ന ഒരു തകരാർ, അതെല്ലാം ഹാങ്ങറിൽ നിന്ന് പരിഹരിച്ച് പുറത്തേക്ക് ഇറക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അതിൽ പ്രധാനമായും ഈ F-35 ഒരു സാങ്കേതിക തകരാറിനെ തുടർന്ന് F-35 ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ മാസം ജൂൺ 14-നാണ്. അതിനുശേഷം ഇത്രയും കാലം ഈ തകരാർ, അതായത് തിരികെ ബ്രിട്ടനിലേക്ക് പറക്കാൻ സാധ്യമാവാത്ത വണ്ണം അതിന് തകരാറുണ്ടായിരുന്നു. അതിനുശേഷമാണ് അത് ബ്രിട്ടനിൽ നിന്നടക്കം സാങ്കേതിക വിദഗ്ധരും അമേരിക്കൻ നിർമ്മാണ കമ്പനിയുടെ അധികൃതരും അടക്കം എത്തി ഈ ഹാങ്ങറിലേക്ക് വിമാനത്തെ F-35നെ മാറ്റിയത്. അതിനുശേഷം ഇതാ ഈ വിമാനം എല്ലാ തകരാറുകളും പരിഹരിച്ചത്. ആക്സിലറി പവർ യൂണിറ്റിന് തകരാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ എഞ്ചിന് കാര്യമായ തകരാറുണ്ടായിരുന്നു. അതിന് തിരികെ പറന്നു പോകാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് അതിനെ എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റുകയും ആ ഹാങ്ങറിൽ നിന്ന് കഴിഞ്ഞ 15 ദിവസമായി ഈ അറ്റകുറ്റപ്പണികൾ നടന്നത് എയർ ഇന്ത്യയുടെ തന്നെ ഹാങ്ങറിലാണ്. അതിൽ ബ്രിട്ടനിൽ നിന്ന് തന്നെ സാങ്കേതിക വിദഗ്ധർ 24 അംഗ സാങ്കേതിക വിദഗ്ധരെത്തി. അതുപോലെ തന്നെ ഈ F-35ന്റെ അമേരിക്കൻ നിർമ്മാണ കമ്പനി അധികൃതരെത്തി. അങ്ങനെ ഈ 15 ദിവസം ഇവിടെ സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അതിനുശേഷം നമ്മൾ അറിയുന്നത് സാങ്കേതിക തകരാർ പരിഹരിച്ച് തിരിച്ച് പറക്കാനുള്ള, ബ്രിട്ടനിലേക്ക് തന്നെ പറത്തി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതിനിപ്പോൾ ഇനി ഈ റൺവേയിലേക്ക് അല്ലെങ്കിൽ ബേയിലേക്ക് ഈ F-35 ഇറക്കും. അതിനുശേഷം അതിന് അവസാനഘട്ട പരിശോധനകൾ, ഇനി എന്തെങ്കിലും തകരാറുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇനി പ്രശ്നമുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ, അവസാനഘട്ട പരിശോധനകൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഇനി എപ്പോഴാണ് ബ്രിട്ടനിലേക്ക് പറക്കുക, അത് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ബ്രിട്ടനിലേക്ക് തിരികെ പറക്കുമെന്നുള്ളതാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഒരു 24 അംഗ എഞ്ചിനീയർമാരുടെ സംഘവും കൂട്ടത്തിലുണ്ട്. ഈ എഞ്ചിനീയർമാരുടെ സംഘവും തിരികെ പറക്കും. അതിന് ഈ എഞ്ചിനീയർമാരുടെ സംഘം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിയത് എയർബസ് 400 എന്ന ബ്രിട്ടന്റെ വ്യോമസേനാ വിമാനത്തിലാണ്. അങ്ങനെ ഒരു വിമാനം തന്നെ ഈ എഞ്ചിനീയർമാരെ കൂട്ടാനും ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ ഇതാ നമ്മൾ കാണുകയാണ്. അത് ഈ എയർ ഇന്ത്യയുടെ ഹാങ്ങറിൽ നിന്ന് കഴിഞ്ഞ 15 ദിവസം മുന്നെയാണ് ഈ എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് കയറ്റുന്നത്. അതിനുശേഷം ഇതാ ഈ എയർ ഇന്ത്യയുടെ ഹാങ്ങറിൽ നിന്ന് തിരികെ വിമാനം ബേയിലേക്ക് ഇറക്കുകയാണ്. ഈ ബേയിൽ നിന്നായിരിക്കും അന്തിമഘട്ട പരിശോധനകൾ. ഇനി എന്തെങ്കിലും, അതായത് എഞ്ചിനോ അല്ലെങ്കിൽ ആക്സിലറി പവർ യൂണിറ്റിനോ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുണ്ടോ എന്നുള്ള പരിശോധനകൾ നടക്കുക. അതിനുശേഷമായിരിക്കും അത് എപ്പോഴാണ് ബ്രിട്ടനിലേക്ക് തിരികെ പറക്കുക എന്നടക്കമുള്ള ഒരു കാര്യമായിട്ടുള്ള ഒരു തീരുമാനം ബ്രിട്ടീഷ് അധികൃതരെടുത്തുനിന്നും അതുപോലെ തന്നെ നമ്മൾ ഈ തിരുവനന്തപുരം വിമാനത്താവള അധികൃതരെടുത്തുനിന്നും ഉണ്ടാവുക. എന്തായാലും ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. അത് ഈ ബ്രിട്ടനിലാണെങ്കിലും ബ്രിട്ടന്റെ പാർലമെന്റിലാണെങ്കിലും അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിലും വലിയ ആകാംക്ഷ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ വലിയ ആകാംക്ഷയും വലിയ വാർത്തയും ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഈ F-35. കാരണം എപ്പോൾ ഈ F-35 പറക്കും, കൂടാതെ എന്താണ് ഈ F-35ന്റെ സാങ്കേതിക തകരാർ, അങ്ങനെ വലിയ ആകാംക്ഷയും ആശങ്കയും ഒക്കെ ഉണ്ടായിരുന്നു. കൂടാതെ പല പരസ്യങ്ങളിലടക്കം ഈ F-35 ഇടം പിടിച്ചു. കഴിഞ്ഞ 2 മാസമായി ഒരു താരമായിരുന്നു ഈ യുദ്ധവിമാനം. അതിനുശേഷമാണ് ഇപ്പോൾ എപ്പോൾ തിരികെ പറക്കുമെന്നുള്ളതും വലിയ ആകാംക്ഷയാണ്. ഇപ്പോൾ F-35 അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അതിനുശേഷം അത് കുറച്ചധികം സാങ്കേതിക ക്രമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് ഇനി എല്ലാ തകരാറുകളും പരിഹരിച്ചാലും അതിന് ക്ലിയറൻസ് അടക്കം ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ തിരികെ പൂർണ്ണമായും പറക്കാൻ കഴിയും, അല്ലെങ്കിൽ പൂർണ്ണമായും അത് ബ്രിട്ടനിലേക്ക് തിരികെ പറന്നു തന്നെ പോകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ഹാങ്ങറിൽ നിന്ന് പൂർണ്ണമായും ഈ ബേയിലേക്ക് എത്തിയിട്ടില്ല. ഹാങ്ങറിൽ തന്നെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇനി അതിൽ നിന്ന് ഈ ബ്രിട്ടന്റെ അധികൃതർ, അതുപോലെ തന്നെ ബ്രിട്ടനിൽ നിന്ന് വന്നിട്ടുള്ള സാങ്കേതിക വിദഗ്ധർ, ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് ഒരു വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഹാങ്ങറിൽ നിന്ന് ഇപ്പോൾ തന്നെ ബേയിലേക്ക് ഇറക്കുമ്പോൾ ബേയിൽ 4-ലാണ് ഇപ്പോൾ വിമാനം എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇപ്പോൾ ആ വിമാനം അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. എന്തായാലും അത് വലിയ തരത്തിൽ, അതായത് വലിയ വിമർശനങ്ങൾക്കും അത് വലിയ നാണക്കേടുകൾക്കും ഒക്കെ ഇടയാക്കിയിട്ടുള്ള ഒരു വിമാനമാണ് ഈ യുദ്ധവിമാനം. കാരണം പാർലമെന്റിൽ ചർച്ചാ വിഷയമായി, ഒപ്പം ഇവിടെ ടൂറിസം വകുപ്പ്, കൂടാതെ അത് ട്രോളുകൾക്കൊക്കെ വിധേയമായ ഒരു യുദ്ധവിമാനം കൂടിയാണ്. ആധുനിക സൗകര്യങ്ങളുള്ള യുദ്ധവിമാനമാണ്. വിമാനം എല്ലാ സാങ്കേതിക തകരാറുകളും പരിഹരിച്ച് നാളെ തന്നെ മടങ്ങും. അതിനുള്ള
സാധ്യതയാണ്. ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഹാങ്കറിൽ നിന്ന് ആ വിമാനം പുറത്തിറക്കിയിട്ടുണ്ട്. അതവിടെ റൺവേയിൽ കിടക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കണ്ടത്.